നമുക്ക് പാട്ട് കേട്ടാലോ? കേൾക്കാൻ ആഗ്രഹമുള്ളത് സലിതയുടെ പാട്ടാണ്. യെസ്. സലിതയുടെ പ്രത്യേകത എന്താണ്? എന്താണ്? എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ള എവർഗ്രീൻ പാട്ട്. എവർഗ്രീൻ പാട്ടാണ്. മാത്രമല്ല ഓർക്കസ്ട്രയിലായിരിക്കും. അതെ. ഫ്രാൻസിക്കും നമ്മുടെ അഖിലിനും ബാക്കി എല്ലാവർക്കും നല്ല പരിപാടികൾ, നല്ല പണികൾ. അടങ്ങിയിരിക്കാൻ പറ്റില്ല. ആദ്യം തൊട്ട് അവസാനം വരെയും സ്ട്രിങ്സ് ഉണ്ടാവും മിക്കവാറും. അങ്ങനെയൊക്കെയാണ് എന്റെ കഥ, എന്റെ ജാതകം അങ്ങനെയാണ് പോണേ. അപ്പൊ നമുക്ക് വിളിച്ചാലോ? കേൾക്കാം. ലെറ്റ്സ് വെൽക്കം ദുർഗക്കുട്ടി ഓൺ സ്റ്റേജ്. മന്ദം മന്ദാണ് കാരണം പഴയ രീതി പറയുമ്പോൾ. അത് ഈ ഉടുപ്പെടുത്ത് അങ്ങനെയാ നടക്കണ്ടേ? അങ്ങനെയാണോ നടക്കണ്ടേ? ഓ അങ്ങനെയുണ്ട്, ഓരോ ഉടുപ്പിനും ഓരോ പോലെ നടക്കണം. ഉണ്ട്. അങ്ങനെയുണ്ടല്ലേ? അപ്പൊ സ്റ്റൈൽ മന്നയാണോ? ആണ്. കൊള്ളാട കലക്കിയിട്ടുണ്ട് കേട്ടോ. അതെ, നല്ല രസമുണ്ട്. നല്ല ഉടുപ്പ്. അതെ. ഈ നല്ല ഉടുപ്പ് എവിടെ നിന്ന് കിട്ടി? കരുനാഗപ്പള്ളിയിലെ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാ. ആ കടയിൽ നല്ല സംഭവങ്ങളുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. വെരി നൈസ്. അത് മാത്രല്ല, ഒരു വേഷമായതുകൊണ്ട് കാര്യമില്ല, ആ വേഷം ചേരണ്ടേ? അത് ദുർഗുവിന് കറക്റ്റ്. അതെ, അത് മിക്ക ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എല്ലാ തരത്തിലും ഉടുപ്പ് നല്ല രസമല്ലേ? അതെ. എക്സ്പ്ലോർ ചെയ്യും അല്ലേ എപ്പോഴും? അപ്പൊ ഈ പാട്ട് എക്സ്പ്ലോർ ചെയ്യണേ. എക്സ്പ്ലോർ ചെയ്തിട്ടാണോ വന്നിരിക്കുന്നത്? പ്രാക്ടീസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തു. എങ്ങനെയുണ്ട് പ്രാക്ടീസ്? നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. ഇത് സലീൽ ചൗധരി റൗണ്ട് ആണല്ലോ, അപ്പൊ മ്യൂസിക് സലീലിന്റെ ആണെന്ന് അറിയാം. ബാക്കി പാട്ട് ഏതാണ്? യാമിനി ദേവി. യാമിനി. 1979. ചുവന്ന ചിറകുകൾ. പാടിയത് ജാനകി അമ്മ. ഇപ്പൊ പാടാൻ പോകുന്നു ഞാൻ ദുർഗ. ലിറിക്സ് പറഞ്ഞിട്ടില്ല. ലിറിക്സ് ONV കുറുപ്പ് സാർ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എനിക്കൊരു കാര്യം പറയണം. എന്താണ്? ഇന്ന് എന്റെ പാട്ട് കേൾക്കാൻ ഞാൻ കൊച്ചിലെ 1 തൊട്ട് 4 വരെ പഠിച്ച സ്കൂളിലെ എന്റെ ടീച്ചർമാർ വന്നിട്ടുണ്ട്. പള്ളിക്കൽ നടുലേമുറി LPS എന്ന സ്കൂളിലെ LPS എന്ന പേര്. എന്റെ അമ്മ അവിടെയാ വർക്ക് ചെയ്യുന്നത്. ഹലോ എല്ലാ ടീച്ചർമാർക്കും. എനിക്ക് ടീച്ചർമാരെ സ്പെഷ്യൽ ഇഷ്ടമാണ്. കാരണം ഞാൻ വന്നപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു മീനുട്ടിനെ ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് നിങ്ങളെ. പക്ഷെ എന്നെ ഏറ്റവും ഇഷ്ടം. എന്റെ മോളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എനിക്കും അങ്ങോട്ട് ഇഷ്ടം. അതെ, എന്റെ മരുമോളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് ഇഷ്ടം. ഉണ്ണിച്ചേട്ടനോ? നിങ്ങളെ പുകഴ്ത്തി എന്തോ വലുത് ഈ പുകഴത്തലല്ലേ. ഈ പ്രാവശ്യം ബ്രേക്കിന് പോയപ്പം എൻ്റെ അമ്മൂമ്മയുടെ ഒരു സംഘമുണ്ട്, ശ്രീ ശക്തി സ്വയം സഹായ സംഘം. അപ്പൊ അവിടുത്തെ അമ്മൂമ്മമാരെല്ലാരും കൂടെ എന്നെ ആദരിച്ച്, അപ്പൊ ആ അമ്മൂമ്മമാർക്ക് എല്ലാവർക്കും ഒരു ഹായ് പറയണം. വാത്തികുളത്തെ ശ്രീ ശക്തി സ്വയം സഹായ സംഘത്തിലെ എല്ലാ അമ്മൂമ്മമാർക്കും ഞങ്ങളുടെ ഹായ്. ചുടുകാറ്റു ചുംബിച്ചു പതിതയായി ഞാൻ ഏതോ
ടോപ്പ് ബാൻഡ്, വെരി നൈസ്. മീനുകുട്ടാ, എന്തോ എനിക്ക് മനസ്സിലാകുന്നില്ല, എന്ത് നമ്മുടെ ദുർഗുവിന് എന്താണ് ഇത്ര സങ്കടം? എന്താ ദുർഗു? എന്നാത്തിനാ കൊച്ചേ പാട്ടിന്റെ ഇത്രയധികം ദുഃഖം? പാട്ട് ദുർഗു, ആ കഥ പാട്ടിന്റെ പറയും. ദുഃഖം. പാടുന്നത് അത്ര എൻ കഥ എന്ന് പറയുന്നുണ്ടല്ലോ, എന്തായിരുന്നു കഥ? അറിയത്തില്ല. അതറിയാതെ ഇത്ര സങ്കടപ്പെട്ടത്. എന്നാലും അങ്ങനെയാണെങ്കിൽ പോലും ആ കഥ ആ പാട്ടിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്ന രീതിയിലാണ് ആര് പാടിയത്? ഞാനോ? ദുർഗു. ഞാനോ ഒന്ന് ഞാനോ രണ്ടുപേരും അവിടെ നിൽക്കുമ്പോൾ രണ്ട് ചുന്ദരി കുട്ടികൾ. അതെ, ഒരു രക്ഷ, എന്റെ മോളാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടാ. ദുർഗു, എന്തോ സബാഷ്. എല്ലാം കൊണ്ടും ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. ഇന്ന് ദുർഗു ഇവിടെ വന്ന് പ്രസന്റ് ആയിരിക്കുന്നത്, പിന്നെ പാട്ട് ഇവിടെ പ്രസന്റ് ചെയ്ത രീതി, അപ്പൊ രണ്ട് പ്രസന്റേഷനും നന്നായിരിക്കുന്നു. താങ്ക് യു അതാണ് സർ. പ്രത്യേകം പറയാനുള്ളത്. പിന്നെ ഏറ്റവും നന്നായെന്ന് പറഞ്ഞാൽ താരകപ്പൂക്കളായി. മധു പറയായിരുന്നു ആദ്യത്തെ പല്ലവിയും അവസാനത്തെ പല്ലവിയും രണ്ടിലും താരകപ്പൂക്കൾ കലക്കി. 1000 ഒരു 10,000 താരകപ്പൂക്കളാണ് കേട്ടോ. അത് പറഞ്ഞു. പിന്നെ എൻ കഥ എന്ന് സസ്റ്റെയിൻ ചെയ്യുന്നിടത്ത് ശ്രുതി കുറച്ചും കൂടെ ചേർന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. ഓക്കെ. ഞാനും. What about ഉണ്ണിച്ചേട്ടൻ? കുറച്ച് ബ്രെത്ത്ലെസ് ആയ മാതിരി തോന്നി അല്ലേ, അങ്ങോട്ട് എത്താത്ത മാതിരി. പക്ഷെ ലാസ്റ്റില് നന്നായിരുന്നു, വെരി ലാസ്റ്റ്. ആ ലാസ്റ്റില് യെസ്. നന്നാക്കി അതെ അവിടെ കൊണ്ടെത്തിച്ചു. അല്ല കൊണ്ടിച്ചേട്ടാ. അതെ. ആ പിന്നെ എൻ കഥകൾ എന്നുള്ള സ്ഥലത്ത് അവിടെ എൻ കഥകളായി പോയി അതെ. അല്ലെ? അപ്പൊ കഥകൾ എന്ന് തന്നെ പാടി കേൾപ്പിച്ചാൽ സന്തോഷമായിരുന്നു കുഞ്ഞെ. ആ ആ യായ് എന്നുള്ള ശ്യാമവർണ്ണ യായ് ഇല്ലേ, ആ യായുടെ സംഗതി ഒരു 3-4 പ്രാവശ്യം ഒന്ന് പാടി കേൾപ്പിക്കാമോ? കണ്ടിന്യൂസ് ആയിട്ട്. കണ്ടിന്യൂസ് ആയിട്ട്. ഇത് മാത്രം മതി, വർണ്ണയായി മാത്രം പാടിയാ മതി. അല്ല, ശ്യാമവർണ്ണയായി ലൂപ്പ്, ഒരു കുറച്ച് ലൂപ്പ്. ആ യെസ്. ദുർഗുവിന് അത്ര അധികം ടാലന്റ് ഉണ്ട്. ഉറക്കത്തിൽ നിന്ന് വിളിച്ച് പാടാൻ പറഞ്ഞാൽ ഈ സംഗതി കൃത്യമായിട്ട് പാടും. അതെ, പക്ഷെ അതിന് പ്രാക്ടീസ് വേണം, കോൺഫിഡൻസ് വേണം. കോൺഫിഡൻസ് വേണം. ഓക്കെ, അത് കിട്ടും കേട്ടോ, അത് സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ എനിക്ക് ആ പദങ്ങളിലുള്ള സംഗതി എനിക്ക് മനസ്സിലായില്ല. ചിലങ്കകൾ ആടുമ്പോൾ പദങ്ങൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഒന്ന് പാടിത്തരാമോ? പദങ്ങളാടി കറക്റ്റ് ആക്കാം. പദങ്ങളാടി അത് കുറച്ച് കാഷ്വൽ ആണ്, അത്രയും കാഷ്വൽ ആവണ്ടെന്ന് തോന്നുന്നു. പദങ്ങളാടി ചിലതൊക്കെ നമ്മുടെ മ്യൂസിക്കാലിറ്റി പ്രൊജക്ട് ചെയ്യാനും കൂടി ഒരു ആലപിക്കുന്ന ഒരാള് ആ രീതിയിൽ കൂടെ കൊണ്ടുവരാം, കുറച്ച് ഡൈനാമിക്സ് ഒക്കെ ഡൈനാമിക്സ് കൊണ്ടുവരാം. നമുക്ക് സൗകര്യമുള്ള രീതിയിൽ അത് ഇത് കേൾക്കുന്ന ആള് ദുർഗു ആ സംഗതി പാടിയാലുണ്ടല്ലോ, അതെ, അത് ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് എന്ന് പറയണം രീതിയിലേക്ക് പറയിപ്പിക്കണം. കേട്ടോ, യാമിനി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു പേരാണോ? പേരാണോ? ടീച്ചറോട് ചോദിക്കണോ? അമ്മ ടീച്ചറല്ലേ? ചോദിക്കാം. എന്താണ് ടീച്ചറെ? പേരായിട്ടാ എനിക്കറിയാവുന്ന യാമിനി. ആണോ? എന്ത് ടീച്ചറാ? ഏത് സബ്ജക്റ്റാ പഠിപ്പിക്കണേ? എൽപിയിലെ എല്ലാ സബ്ജക്റ്റും ഉണ്ട്. ആണോ? കൊച്ചു സ്കൂൾ. ഓക്കെ. യാമിനി എന്ന് പറയുന്നത് ശരിക്കും രാത്രിയാണ്. അതെ, രാത്രിയാണ് യാമിനി. യാമങ്ങളിലൂടെ പോകുന്നത് ആയതുകൊണ്ടാണ് യാമിനി എന്ന് പറയുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ചിലർ പറയാറുണ്ട്, അതായത് രാത്രിയെ പോലെ സുന്ദരിയായിട്ടുള്ള സ്ത്രീയെയും യാമിനി എന്ന് വിളിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ അമ്മയും മകളും പറഞ്ഞ പോലെ യാമിനി എന്നുള്ള പേര് ഒരുപാട് പേർക്കുണ്ട്. ഇഷ്ടം പോലെ. എനിക്ക് മകളില്ല, അതുകൊണ്ട് ഇനി പേരിടാൻ പറ്റില്ല. എനിക്കും പറ്റൂല. അപ്പൊ ഞാനാരാ? ഞാൻ ഫുള്ളായിട്ട് പറയാൻ സമ്മതിക്കില്ല, സ്റ്റേറ്റ്മെന്റ് ഫുള്ളാക്കാൻ സമ്മതിക്കില്ല. കംപ്ലീറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. എനിക്ക് മകളില്ല, അതുകൊണ്ട് എന്റെ മീനുകുട്ടിക്ക് ഞാൻ യാമിനി എന്ന് പേരിട്ടു. ഇന്ന് മുതൽ യാമിനി എന്ന് അറിയപ്പെടുന്നു. ദുർഗക്കുട്ടി, എന്തോ
ജാനകിയമ്മ പാടിയ ഈ പാട്ട് എത്ര പ്രാവശ്യം കേട്ടു? കൊറേ പ്രാവശ്യം കേട്ടു. കുറേ തവണ കേട്ടു. അപ്പൊ ആ ഡൈനാമിക്സ് മിസ്സിങ് ആയിരുന്നല്ലോ അല്ലേ? അങ്ങനെ തോന്നിയാ മോള് പാടിപ്പോ? ചെറുതായിട്ട്. ആ പ്ലെയിൻ നോട്ട്സ് വരുന്ന മാതിരി തോന്നി. അപ്പൊ കുറച്ചും കൂടി ഒരു ലൈഫ് കൊണ്ടുവരാല് മോളുടെ വോയിസിൽ. നല്ല ചെറിയ കുഞ്ഞു വോയിസാണ് മോളുടെ. പക്ഷെ അതിൽ കുറച്ച് ഡൈനാമിക്സ് നല്ല ഭംഗിയാവും. ചില ഭാഗത്ത് ആ ഫസ്റ്റ് പല്ലവിയിൽ എൻഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ബ്രെത്ത്ലെസ് ആയിട്ട് തോന്നി. അത് നാച്ചുറലി ഉണ്ടാവും ലൈവായിട്ട് പാടുന്ന സമയത്ത്. പക്ഷേ ചില സംഗതികളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുകയും ചെയ്തു. അത് കുറച്ചൊരു കോംപ്ലക്സ് ട്യൂണാണ് അത്. മോള് പക്ഷേ നന്നായി പഠിച്ചിട്ടും ഒക്കെ ഉണ്ട്. കുറച്ചും കൂടി ഭംഗിയാക്കണമെങ്കിൽ നല്ല ഡൈനാമിക്സ് അതിൽ കൊണ്ടുവന്നാൽ നന്നായിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് വിഷസ്. മിസ് ഇന്നസെന്റ് അല്ലേ? നിഷ്കളങ്കയല്ലേ? സംസാരത്തിലും പെരുമാറ്റത്തിലും പാട്ടിലും എല്ലാം ആ നിഷ്കളങ്കതയുണ്ട്. പാട്ടിലും ദുഃഖവും വീട്ടിലും നാട്ടിലും ഒക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ എങ്ങനെയാണ്? മിസ് ഇന്നസെന്റ്. അതെ, മിസ് ഇന്നസെന്റ്. നല്ല ഒരു കുട്ടിത്തം വിട്ടുമാറാത്ത ശബ്ദമാണ് എപ്പോഴും ദുർഗക്കുട്ടിയുടെ. എനിക്കും ഇന്ന് പാടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആദ്യത്തെ താരകപ്പൂക്കളായും അവസാനത്തെ താരകപ്പൂക്കളായും പിന്നെ എൻ്റെ പാപമയൂരത്തിൻ പീലി ചൂടുവാൻ ചരണത്തിലെ 3rd ലൈൻ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 ഭാഗങ്ങൾ ഇന്ന് പാടിയതിൽ കേട്ടോ. പിന്നെ ഇടയിൽ ആ ഉണ്ണിയങ്ങൾ പറഞ്ഞ പോലെ ആ ഡൈനാമിക്സ് ഒക്കെ കൊടുക്കണം. ജാനകിയമ്മ പാടിയേക്കണ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഒപ്പിയെടുത്ത എങ്ങനെയാണ് ആ വോയിസ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഓരോ വാക്കുകൾ ഓരോ ലൈൻ പാടുമ്പോഴും എങ്ങനെയാണ് അതിൽ ആ വോയിസ് മോഡുലേഷൻസ് ഒക്കെ എങ്ങനെയാണെന്ന് അതും കൂടി ശ്രദ്ധിക്കണം. ട്യൂൺ മാത്രം സംഗതികളൊന്നും ശ്രദ്ധിച്ചാൽ പോരാ, അതും കൂടി അതിൻ്റെ ഫീലും അതിൻ്റെ ആ മോഡുലേഷൻസും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ താരകപ്പൂക്കളായി ആ പഴയ ആ ബ്രത്ത് കിട്ടാത്തോണ്ടാണോ എന്നറിയില്ല, പഴയ വില്ലൻ കയറി വന്നു. നമ്മുടെ പഴയ വില്ലൻ എന്ത് ആ വിറയൽ കേട്ടോ. പിന്നെ ഏതോ വിഭാത, അത് കറക്റ്റ് നോട്ടിലേക്ക് വന്ന് കറക്റ്റായിട്ട് പെർഫെക്ഷൻ വന്നില്ല. അന്ന് പാടി ഏതോ വിഭാത. ഇപ്പൊ ഓക്കെ ടേക്കിന്റെ സമയത്ത് ആനുപലവി തുടങ്ങിയപ്പോൾ ആ വിഭാത കറക്റ്റ് ആയിരുന്നില്ല, നമ്മുടെ പെർഫെക്റ്റ് ആവണമെന്ന് തോന്നി. അപ്പൊ ഞാൻ നോക്കായിരുന്നു പണ്ടത്തെ ആ ദുർഗക്കുട്ടിയിൽ നിന്നും വളരെ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനിയും നന്നായി വരട്ടെ. ഓൾ ദ ബെസ്റ്റ്. അപ്പോ 8 പോണ കുട്ടിക്ക് ഇന്നത്ര മാർക്ക്? It is 97 on 100 for you today. Thank you, sir. നമ്മൾ 8 പോകുന്ന പോലെ മാർക്കിൽ ഗ്രേഡ് കൂട്ടി കൊണ്ടുവരണം കേട്ടോ നമുക്ക്. ഓൾ ദി ബെസ്റ്റ്. Bye.